ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ആവശ്യപ്രകാരം ഒരു സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാർ ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റീം പുട്ടുപൊടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് അരമുറി തേങ്ങ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്, തലേദിവസത്തെ ചോറ് കുറച്ച് ഫ്രീസറിൽ വെച്ചത് വെള്ളത്തിലിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. നമ്മൾ ഫ്രീസറിൽ നിന്നും വെള്ളത്തിലിട്ടിരിക്കുന്ന ചോറ് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ചോറ് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പുട്ടുപൊടി ഒരു ബേസിനിലേക്ക് ഇട്ട് കൊടുക്കാം. അടിച്ചു വെച്ചിരിക്കുന്ന ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുട്ടിനാവശ്യമായ പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. കുറ്റിയിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പകുതി നിറച്ചു. ഇനി നമുക്കൊരു അല്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. കുട്ടകത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിന് ഇവിടെ ആവി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.